അപ്പോൾ ഗൈസ് ഇന്നലെ നമ്മുടെ കയ്യിൽ ബ്രസ്സാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ മുന്നോട്ട് പോയത് വളവൊക്കെ കണ്ട തിരിച്ച് ഒരു വണ്ടിനൊക്കെ ഓവർടേക്ക് ചെയ്തു. ഇതാ ഗിയർ ഫോർത്തിലേക്കൊക്കെ മാറ്റി ഇതാ വീണ്ടും ഫിഫ്ത്തിലേക്ക് ഇട്ട് വീണ്ടും ഡൗൺ ചെയ്ത് നമ്മൾ വളവ് തന്നെ നമ്മൾ തിരിച്ചെടുക്കാൻ പോവാണ്. തിരിച്ചെടുത്ത് തന്നെ നമ്മൾ ഫോർത്തിലേക്ക് മാറ്റി 100-110 വെച്ചെള്ളക്കാണ് ഗൈസ്. അത് നമ്മൾ തന്നെ വീട്ടിൽ യൂട്ടാൻ എടുത്തു. വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രകൃതി ഭംഗിയാക്കി ആസ്വദിച്ച് നമ്മൾ ഇതാണ്ടൊരു കയറ്റമെത്തി. കയറ്റത്തെത്തിയത് വളവ് നമ്മൾ തിരിച്ചു. ആ സെക്കൻഡിലേക്ക് ഒരു ഒറ്റ കിട്ടലാൻ കൂട്ടിട്ട് എൻ്റെ മോയെ. അങ്ങനെ നമ്മൾ വീണ്ടും കയറ്റം കയറി മുന്നോട്ട് ഗിയർ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വീണ്ടും ഒരു വളവെത്തി ലെഫ്റ്റിലേക്ക് നമ്മൾ വളച്ചെടുത്ത് ഗിയർ ഡൗൺ ചെയ്ത് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതാ വീണ്ടും ഒരു വളവ്, വീണ്ടും ഒരു കയറ്റം. അതാണ്ട് വീണ്ടും നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ, എന്ത് പ്രകൃതി രമണീയമായ കാഴ്ചയാണ് ഗൈസ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ബുറസയുടെ 1400cc എഞ്ചിൻ്റെ പവറും ആസ്വദിച്ച് നമ്മൾ കണ്ട വലിയൊരു കയറ്റത്തിലേക്ക് വീണ്ടും കടത്തിരിക്കുകയാണ്. തേർഡ് ഗിയറിലാണ് ഗൈസ് സെക്കൻഡിലേക്ക് മാറ്റിയിട്ടുള്ള വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കയറ്റത്തിൽ പോലും നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ ബുറസയുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ട വീണ്ടും കയറി മണ്ടകെത്തി. കയറ്റം നല്ല കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് സെക്കൻഡ് ഗിയർ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വണ്ടി കയറി പോകുന്നുണ്ട്. നമ്മൾ കണ്ട ഓൾമോസ്റ്റ് കയറ്റം കയറി കഴിഞ്ഞ് ഹായ്സ് നമ്മൾ കണ്ട വീണ്ടും നമ്മൾ തേർഡിലേക്ക് ഇട്ടിട്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിത്തുടങ്ങി. ഇവിടെ വീട്ടിലേക്ക് കയറുന്നിടത്തേക്ക് മാത്രമാണ് കേസ് നമുക്കൊന്ന് ഫസ്റ്റ് ഗിയർ ഇടേണ്ട ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും വണ്ടിക്ക് സെക്കൻഡ് ഗിയർ തന്നെ ധാരാളമാണ്. നമ്മളതിന് വളച്ചൊടിച്ച് അടി തട്ടാതെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓ തട്ടി ഇല്ല നമ്മളവിടെ നിർത്തി റിവേഴ്സ് ഒന്നെടുത്ത് വീണ്ടും മുന്നോട്ട് തന്നെ റിപ്പോർട്ടായി. അങ്ങനെ ബ്രസ ഒരു ലോങ് ഡ്രൈവിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും പോർച്ചിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. ബൈ.